വീണ്ടും വയനാട്, വീണ്ടും മണ്ണിടിച്ചിൽ, വീണ്ടും ചോദ്യങ്ങൾ. ഒരു വർഷം പോലും പിന്നീട് മുമ്പ് കേരളത്തെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുകയാണ്. നൂറുകണക്കിന് ജീവനുകളെ കവർന്നെടുത്ത ആ മഹാദുരന്തത്തിന് ശേഷം എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചിരുന്നു: ഇനിയെങ്കിലും നമ്മൾ പഠിക്കുമോ? എന്നാൽ ഇന്ന് വയനാട് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ ദുരന്തമുണ്ടായിരിക്കുന്നത് കണ്ണാടിയിലെ മീനാക്ഷി പാലത്തിന് സമീപം ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്താണ്. ശക്തമായ മഴയ്ക്കിടെ വലിയ തോതിൽ മണ്ണും പാറയും ഇടിഞ്ഞു വീണ് നിർമ്മാണ മേഖല മുഴുവൻ മൂടുകയായിരുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണവും പരിക്കുകളും കാണാതായവരും സംബന്ധിച്ച കണക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഇത് വെറും പ്രകൃതി ദുരന്തമോ അതോ നാം തന്നെ ക്ഷണിച്ചു വരുത്തിയ മറ്റൊരു ദുരന്തമാണോ? എന്താണ് ഇന്ന് സംഭവിച്ചത്? രാവിലെ മഴ ശക്തമായി തുടരുന്നതിനിടയിലാണ് മീനാക്ഷി പാലത്തിന് സമീപമുള്ള തുരങ്ക നിർമ്മാണ സ്ഥലത്ത് വലിയ തോതിൽ മണ്ണ് താഴേക്ക് പതിച്ചത്. തുരങ്ക നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മണ്ണും ചെളിയും കൂമ്പാരമായി സൂക്ഷിച്ചിരുന്ന ഭാഗം തെന്നിമാറിയതോടെയാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. നിരവധി വാഹനങ്ങളും തൊഴിലാളികളും മണ്ണിനടിയിൽപ്പെട്ടു. അഗ്നിരക്ഷാസേന, പോലീസ്, NDRF, നാട്ടുകാർ എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഇത്രയും അപകടകരമായത്? കണ്ണാടി എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു സാധാരണ പ്രദേശമായിരിക്കും. പക്ഷേ ഭൂപടത്തിൽ നോക്കിയാൽ ചിത്രം മാറും. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് 2019 ഉരുൾപൊട്ടലുണ്ടായ പുതുമല. ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് 2024 കേരളത്തെ നടുക്കിയ ചൂരൽമല. 6-7 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കൈ. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കേരളത്തിലെ ഏറ്റവും വലിയ 3 ദുരന്ത മേഖലയുടെ മധ്യഭാഗത്താണ് ഇന്നത്തെ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് യാദർച്ഛികമാണോ? അല്ല. കാരണം ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ അതീവ ദുർബലമാണ്. കുത്തനെയുള്ള മലഞ്ചെരുവുകൾ, മഴയിൽപ്പെട്ട് വെള്ളം നിറയുന്ന മണ്ണ്, താഴേക്കൊഴുകുന്ന ചെറുതോടുകൾ, പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേക ഭൂമിശാസ്ത്രം, ഇതെല്ലാം ചേർന്നാൽ വലിയ മഴ ലഭിക്കുമ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യത വളരെ കൂടുതലാണ്. മഴ മാത്രം കാരണമാണോ? ഇവിടെയാണ് ചർച്ച കൂടുതൽ ഗൗരവമാകുന്നത്. ഇന്ന് സർക്കാർ തലത്തിൽ തന്നെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം തുരങ്ക നിർമ്മാണത്തിൽ നിന്ന് പുറത്തെടുത്ത മണ്ണ് സുരക്ഷിതമായി നീക്കം ചെയ്യാൻ മുമ്പേ നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായി പാലിക്കേണ്ടതില്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ചില മന്ത്രിമാർ ഈ ദുരന്ത സംഭവത്തെ മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അന്തിമ നിഗമനം ഔദ്യോഗിക അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. അതിനാൽ ഇപ്പോൾ ആരെയും കുറ്റക്കാരായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതീവ ജാഗ്രതയും കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും അനിവാര്യമാണ്. നാം വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണോ? 2019 പുതുമല, 2024 ചൂരൽമലയും മുണ്ടക്കയും, 2026 വീണ്ടും കണ്ണാടി. ഓരോ ദുരന്തത്തിനും ശേഷവും അന്വേഷണ കമ്മീഷനുകൾ വരുന്നു, വിദഗ്ധ സമിതികൾ വരുന്നു, റിപ്പോർട്ടുകൾ നൽകി, മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. പക്ഷേ മഴക്കാലമെത്തുമ്പോൾ വീണ്ടും അതേ വാർത്തകൾ: മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, രക്ഷാപ്രവർത്തനം, കാണാതായവർ. ഇത് കേരളത്തിന് പരിചിതമായ വാർത്തകളായി മാറരുത്. മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മഴ മുന്നറിയിപ്പ് നൽകുന്നു, കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു, ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു, ജിയോളജിസ്റ്റുകൾ അപകട സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ടും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒന്നും സംഭവിക്കില്ല, ഇത്ര വർഷമായി ഇവിടെ തന്നെയല്ലേ, ഈ മഴയും കടന്നുപോകും. പക്ഷേ പ്രകൃതി ഒരിക്കലും വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നില്ല. അതിൻ്റെ നിയമങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വയനാട് വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: പ്രകൃതിയെ വെല്ലുവിളിച്ച് ഒരു വികസനവും ദീർഘകാലം നിലനിൽക്കില്ല. മലകൾ മുറിക്കുമ്പോൾ, വലിയ തോതിൽ മണ്ണ് നീക്കുമ്പോൾ, മഴവെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടയുമ്പോൾ, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ വില മനുഷ്യജീവനാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് രാഷ്ട്രീയ വിവാദങ്ങളുടെ സമയം മാത്രമല്ല, സത്യാവസ്ഥ കണ്ടെത്താനുള്ള സമയമാണ്. എന്താണ് യഥാർത്ഥ കാരണം? സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നോ? മുന്നറിയിപ്പുകൾ പാലിച്ചിരുന്നോ? ഇനിയും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം? ഈ ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. വയനാട് വീണ്ടും കരയുകയാണ്, മണ്ണ് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ദുരന്തം സംഭവിച്ച ശേഷം അനുശോചനം രേഖപ്പെടുത്തുന്നതിനേക്കാൾ ദുരന്തം സംഭവിക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്ന സമൂഹമാകാം. കാരണം ഓരോ മണ്ണിടിച്ചിലും നമ്മളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്: പ്രകൃതിയുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. അത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും.